പെർഫെക്റ്റ് ക്ലൈമറ്റ് ആണ് ഇങ്ങനത്തെ സ്ഥലത്ത് വരാൻ പറ്റി. ഇതൊക്കെ എല്ലാവരും വർത്താനം. പിന്നെ നമ്മുടെ കരിയാത്തുംപാറൊക്കെയുള്ള യാത്രയിലാണ്. അപ്പോൾ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ബാക്കി. അതിനുണ്ട് നമ്മളിപ്പോൾ ഒരു ഹായ്. പിന്നെ നല്ല രസമുള്ള ക്ലൈമറ്റ് അതാണ് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ എല്ലാവരും ഓർത്തണം. പെട്ടെന്നൊരു മഴ, ഇതുവരെ മഴ കഴിയല്ല. ഇവിടെ എപ്പോഴും മഴ ഉണ്ടോ ഏരിയയിൽ? റോഡ് സെറ്റ് ഇട്ടോ, ഇങ്ങനെ ഒരു റൂട്ട്, ചുറ്റുഭാഗത്തും മരം, നല്ല ക്ലൈമറ്റ്, ചെറിയ മഴ, റോഡിൽ വേറെ ആരും പാടില്ല. ഇതൊക്കെ നമ്മുടെ ആഗ്രഹം. അവിടെ ആ മൈക്ക് കുത്താൻ മറന്നടാ. നമുക്ക് ഈ ക്ലിപ്പുകൾ കാണാം. അല്ല അത് കേൾക്കുണ്ടാവും. കേൾക്കണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതാണ് റൂട്ട്. ബാലുശ്ശേരി എന്നാണോ കറക്റ്റ് നമുക്ക് റൂട്ടൊന്നും കേൾക്കാനില്ല. എന്തായാലും അത്യാവശ്യം ബാലുശ്ശേരി ഒരു ഭാഗത്തു നിന്നാണ് കേട്ടത്. ഞാൻ അവിടെ പള്ളി കേട്ടോ. പിന്നെ നമ്മളെ കൂടെ ഇതിനാൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഇതിനാണ്ട് അറിയാത്തവരാരും പാടില്ല. നമ്മളെ ചഗ് പ്രോണ് അല്ല, ഇസ്ലാമിലെ പഠനം കഴിഞ്ഞപ്പോ നാട്ടിലെത്തി 6 വർഷം മദീന അനുഭവങ്ങളൊക്കെ നമുക്ക് അല്ല ഇത് കറക്റ്റ് സെറ്റ് ഒരു കുഴപ്പമില്ല. ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് അതിനായിട്ട് പിന്നെ വരാം. വിലക്കെ കണക്കാക്കി കോട്ട കിട്ടുന്നു. മഴ ചെയ്തിട്ടില്ല, ഒരു കാര്യമില്ല. ബാക്കിൽ വരുന്നുണ്ടാവും. പിന്നെന്താ സ്ഥലം കാണിച്ചാ ഈ സ്റ്റാൻഡ് ഡോക്ടർ വണ്ടിയാണ്, എൻ്റെ താത്തൻ്റെ വണ്ടിയാണ്. നമ്മളിടക്ക് സ്പീഡിലൊക്കെ പോകും ആൾക്കാരൊക്കെ. ഇതൊക്കെ ഫോണിൽ എത്ര കാണും, ഇപ്പൊന്നും കാണാൻ അറിയില്ല. അവിടെ അടിപൊളി ഉണ്ട്. നമുക്ക് നമ്മളെവിടേക്ക് എത്തുമോ? അല്ലല്ലോ, നേരത്തെ തന്നെ 12 കിലോമീറ്റർ നേരെ കാണിച്ചിരിക്കുന്നത്. ആണ് ഇതാണ് നേരെ അസല് ഇതാണ്. അങ്ങനെ ചോദിക്കണോ? മാപ്പ് നോക്കണോ? ഉറങ്ങിയാലോ? അപ്പൊ നേരത്തെ ഓടിക്കണോ? അപ്പോ ഇങ്ങനത്തെ ഈ സാധനം കാണിച്ചു സ്റ്റാൻഡ് അടിച്ചതാണ്. ഇതെന്താ വെച്ചാല് ഈ നമുക്ക് ഞാനത് കഴിഞ്ഞത് നമ്മളെ കിതാബൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസ് എടുക്കുമ്പോൾ നമ്മളെ കത്തിലിട്ടിട്ട് നമുക്ക് ഹാൻഡ് ഫ്രീ ആക്കിയിട്ട് എടുക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ ഇത് അതിന് മാത്രമല്ല പറ്റുക, ഇത് മൾട്ടി പർപ്പസാണ്. ഇനി നമുക്ക് കൗത്തിലിട്ടിട്ട് ഫോണെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാം, ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. ഇപ്പൊ ഈ ഒരു ഇതിന് ശരിക്കും ഇതിനപ്പോൾ ഉപയോഗിക്കുന്ന ഗിംബലാണ്. ഇത് ശരിക്കും കുക്ക് ചെയ്യുമ്പോൾ ആക്കുന്നതാണ്, കിതാബിന്റെ തീ കണ്ടുപിടിച്ചതാണ്. അല്ല, ഇതൊരു ഷേഖ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആയിരുന്നു കേട്ടോ. ഷേഖുണ്ട് കണ്ടന്റ് ഒക്കെ മുമ്പൊരാൾ ഞാൻ പറയേണ്ട ഒരു വീഡിയോയിൽ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് എങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത്. അതാണ് പറഞ്ഞിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞത് ഇവർ കാണിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 10 റിയാൽ ഉണ്ട്. പക്ഷേ ഇത് യൂസ് ഉണ്ടെങ്കിൽ സംഭവം ഉപകാരമാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ജസ്റ്റ് മാറ്റുന്നുണ്ട്. തലയാട് ഇത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഗിംബലാണ്. എന്തിൻ്റെ DJIൻ്റെ അതൊക്കെയാണ് അതിൻ്റെ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് തീമൊക്കെ മാറാം. ഇത് എങ്ങനെ വെച്ചാൽ ഇവിടെ മാഗ്നറ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു വട്ടത്തിലുള്ള സാധനം കൂടി കിട്ടുകൊണ്ടില്ലേ. അതിപ്പോൾ നമുക്ക് നമ്മുടെ കവറിൽ കൊടുത്തിട്ട് ചെയ്യാം. അതിനൊക്കെ കണക്ട് ചെയ്തിട്ട് അവിടെ ഈ സാധനം അവിടെ ഇത് ആക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് ഈ ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗം വരാം. എന്നിട്ട് സെറ്റ് ചെയ്തിട്ടോ സാമ്പാ അവിടെ കൗത്തിലിടാം. എന്നിട്ട് ഇവിടെ വെക്കും. ഓക്കെ, വേണ്ടില്ല
വീഡിയോ നോക്കിയിട്ടാണ് പോണത്. ഞാൻ വരുന്നുട്ടോ. പാപ്പ കാണുന്ന അതെ, ചിലരങ്ങനെ ചെയ്യലുണ്ട്. ദൂരമുള്ള കാണാതെ നമ്മളെ 5X-ലും 10X-ലൊക്കെ ഇട്ടിട്ട് ഞാൻ കൗത്തിലിട്ട് മേലൊക്കെ നമ്മള് പോണം. എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതിൽ ഏതോ ഒരു സ്ഥലത്തൊക്കെ പോയിക്കണേ. ഞാനെല്ലാം തോന്നുന്നു അടിയിലുള്ള ഒരു എന്താണ് ഇവിടുത്തെ സ്വീഡനോ എന്താണ് ഊട്ടി, ഊട്ടി ഓഫ് ദ മലബാർ. ഊട്ടി എന്നൊക്കെ പറഞ്ഞ പറ്റച്ചെറുതായി സ്വീഡൻ അല്ല സ്വിറ്റ്സർലാൻഡ്. ഓക്കെ ഓക്കെ, കണ്ട് സ്റ്റാൻഡ് ഉണ്ടില്ല. ഇതിപ്പോ 2-ലിട്ട്. പക്ഷെ ഇത് ശരിയില്ലല്ലേ, ക്ലിയർ ആയി കാണില്ല. ആ ഓക്കെ, ഇപ്പൊ ഉണ്ടില്ല. ഇപ്പൊ ഇത് കൈ ഫ്രീ ആയി. സ്റ്റാൻഡ് ഇപ്പം കൗത്തിലുള്ളത്. അതിനാണ് കാണിക്കണേ. അങ്ങനെ ശരിയണം. അപ്പൊ ഇത് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടാവൂല. ചക്കാ അപ്പൊ നീ ഇന്നലെ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചതാ. നീ അവിടെ എത്തിയിട്ട് കാണിച്ചു കേട്ടോ. അങ്ങനെ നമ്മള് കരിയത്തുംപാറെത്തി. വ്യൂ കാണിച്ചുതരാം. പാറക്കല്ല് മുക്കുടി അതിനോട്ടുണ്ട്. ഈ എൻഡിക്ക് വന്നാണ് ഇങ്ങോട്ട്. അവിടേക്കത്ത് വന്നപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല പറഞ്ഞു. പിന്നെ അവിടെ നിറച്ച ആൾക്കാരുണ്ടാവും. മറ്റേ വീഡിയോ എടുക്കാൻ കഴിയും അറിയില്ല. ഓക്കെ ഓക്കെ, ഇവിടെ രസം കേട്ടോ. ഇത് സെറ്റായി. അപ്പൊ എടുത്തരട്ടാ. അപ്പൊ സെറ്റല്ല. മൈക്ക് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പോ നമ്മള് പോവാണ്. ഇതൊക്കെയാണ് വിശേഷം. കൂടുതൽ കാണിച്ചില്ല. ഇതാണ് നമ്മളെ കരിയാത്തുംപാറ വിശേഷം. അതിനാൽ എങ്ങനെ ഉണ്ടായിരുന്നു തുമ്പയാത്ര? അടിപൊളി. അവിടെ എത്തുന്ന വരെ മഴ, അവിടെ മുതലും മഴ. അവിടെ മഴ, അവിടെ എത്താൻ നേരത്ത് മഴ. അടിപൊളി. പിന്നെ അവിടെ എത്തിയപ്പോൾ മഴ ഇതിട്ടില്ല. പിന്നെ നമ്മളൊക്കെ കണ്ട് പോന്ന് പിന്നെ തിരിച്ച് വണ്ടി എടുത്ത് വരുമ്പോൾ അപ്പോഴും മഴ.